കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10:12, 10-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം. ആകയാൽ താൻ നിൽക്കുന്നുവെന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായത്തിന്റെ 12-ാം വാക്യമാണ്. നമുക്കറിയാം, കൊരിന്ത്യാലേഖനത്തിന്റെ പ്രധാനപ്പെട്ട വിഷയം ദൈവമക്കൾ കർക്കശമായി വേർപാട് പാലിക്കണം. ഒരോളത്തിന് പോകുന്നതല്ല ആത്മീക ജീവിതം. ഇപ്പോഴെല്ലാം ഓളവും ബഹളവും ഒക്കെയാണ്. അതല്ല ആത്മീക ജീവിതം. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിൽ നിൽക്കുന്ന ഒരു ദൈവ പൈതൽ കർക്കശമായി വേർപാട് പാലിക്കണം. വിശുദ്ധീകരണത്തിന്റെ ദൂതാണ് കൊരിന്ത്യാലേഖനത്തിൽ ഉടനീളം നാം പഠിക്കുന്നത്. നമുക്കറിയാം, 1-ാം ലേഖനത്തില് 16 അധ്യായങ്ങളാണ്. ആ ഓരോ അധ്യായത്തിലും ഓരോ സബ്ജക്റ്റുകളായിട്ട് തിരിച്ചാണ് പഠിക്കുന്നത്. 1-ാം അധ്യായത്തിലെ വിഷയം അറിയാം, പക്ഷം പിടിക്കുന്ന പ്രകൃതി. ഓരോരുത്തർ പക്ഷം പിടിച്ച് മുമ്പോട്ട് പോകും. 2-ാം അധ്യായത്തില് ഉപദേശം കൈക്കൊള്ളുന്നില്ല, ഉപദേശമൊന്നും വേണ്ട. ഈ സഭയിലാന്നേലും കൂട്ടായ്മയിലാന്നേലും ഇപ്പൊ ഉപദേശം പറയാൻ പറ്റാത്തൊരു കാലമാണ്. ഒന്നും പറയാൻ മേല. പാസ്റ്റേഴ്സിന് ഉപദേശമൊന്നും പറയാനൊക്കത്തില്ല. പറഞ്ഞ ഉടനെ പല ക്വസ്റ്റ്യൻസ് വരും. കമ്മിറ്റിയും സെക്രട്ടറിയും ഉള്ളവിടത്താന്ന് ഉടനെ അടിയന്തര കമ്മിറ്റി കൂടും. ഗുണം പിടിക്കാത്തവൻ ആ കമ്മിറ്റിയിലുണ്ടെങ്കിൽ അതോടെ പുള്ളിയുടെ ഇടപാടും തീരും. അതുകൊണ്ട് പാസ്റ്റേഴ്സും അങ്ങനെ ഉപദേശമൊന്നും അധികം പറയാറില്ല. ഒരു പരുവത്തിന് ഇങ്ങനെ കൊണ്ടുപോകുക, ഒരു ചെറിയ മെസ്സേജ് 2-3 പോയിന്റും ഒക്കെ ആയിട്ട് പിള്ളേരുടെ ഭാഷ പറഞ്ഞ് ഒന്ന് ഇളക്കി അങ്ങ് പോവുക. എന്നാൽ കർക്കശമായിട്ട് സഭയ്ക്കകത്ത് ഉപദേശം പറയണം. അപ്പൊ 2-ാം അധ്യായത്തിൽ ഉപദേശം കൈക്കൊള്ളുന്നില്ല. 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇവരുടെ ഇടയിൽ പിണക്കവും തർക്കവും ഒക്കെയാ. പിണക്കം 3:3 നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും. 3-ാം അധ്യായത്തിൽ പിണക്കം. 4-ാം അധ്യായത്തിൽ കണ്ടമാനം ഇവരെ ചീർത്തിരിക്കുന്നു. 4-ാം അധ്യായത്തിൽ കണ്ടമാനം ചീർത്തിരിക്കുക. കഴമ്പൊന്നുമില്ല, ചുമ്മാ വീർത്തിരിക്കുക. 5-ാം അധ്യായത്തില് ദുർനടപ്പ. അത് പൊതുവിൽ വായിക്കുന്നത് അത്ര ചിലർക്ക് നന്നായിട്ട് തോന്നത്തില്ല, അതുകൊണ്ട് പൊതുവിൽ വായിപ്പിക്കുന്നില്ല. 5-ാം അധ്യായത്തിന്റെ 1 മുതൽ താഴോട്ട് പഠിച്ചു വരുമ്പോൾ ദുർനടപ്പ്, ആ ദുർനടപ്പ് കൊണ്ടും ഇങ്ങനെ ചീർത്ത് വല്ലാതിരിക്കുന്നു. 6-ാം അധ്യായത്തില് വ്യവഹാരമാണ്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിൽ നിൽക്കുന്ന ഒരു ദൈവ പൈതലിന് ഒരു വ്യവഹാരമുണ്ടായാൽ പഞ്ചായത്ത് മെമ്പറെ അല്ല മധ്യസ്ഥനായിട്ട് വിളിക്കേണ്ടത്, പഞ്ചായത്ത് പ്രസിഡന്റിനെ അല്ല മധ്യസ്ഥനായിട്ട് വിളിക്കേണ്ടത്, MLA MP അല്ല മധ്യസ്ഥനായിട്ട് വിളിക്കേണ്ടത്, മന്ത്രിയെ മധ്യസ്ഥനായിട്ട് വിളിക്കാൻ അല്ല. നമുക്കൊരൊറ്റ മധ്യസ്ഥനേ ഉള്ളൂ, യേശു ക്രിസ്തു. അപ്പോൾ വചനം പഠിക്കുന്നവർ ഓർക്കണം, മറ്റുള്ളവര് പോകുന്നത് പോലെ നാം പോകരുത്, അവർ ചെയ്യുന്നത് പോലെ നാം ചെയ്യരുത്. കഴിവിൻ്റെ പരമാവധി നമ്മുടെ ഇടയിൽ വ്യവഹാരം ഉണ്ടാകരുത്. കഴിവിൻ്റെ പരമാവധി ഉണ്ടാകരുത്. ഇനി അഥവാ ഒരു വ്യവഹാരം ഉണ്ടെങ്കിൽ അത് ശരിയല്ലെന്നാ പറഞ്ഞതിൻ്റെ അർത്ഥം. നിങ്ങൾക്കൊരു വ്യവഹാരം ഉണ്ടായാൽ നിങ്ങൾ അബദ്ധന്മാരുടെ മുമ്പിലാണോ അത് തീർക്കാൻ പോകുന്നത്? 2 വിശ്വാസി തമ്മിൽ വ്യവഹാരമുണ്ടായി, തീർക്കാൻ വന്നവൻ രക്ഷിക്കപ്പെട്ടവനല്ല. അവൻ ഒരു പക്ഷേ അഭിപ്രായമായി 2 വീശിയാച്ചായിരിക്കും വന്നിരിക്കുന്നത്. ചാക്കോച്ചാന്ന് വിളിക്കുമ്പം ആ സ്മെല്ല് നിന്റെ മൂക്കിലോട്ട്, അല്ലെങ്കിൽ പുക വലിക്കുന്നവനായിരിക്കും, അവൻ വലിച്ചു ഊതുന്നത് നിന്റെ മോന്തയിലോട്ട്. ഞാൻ ഉദാഹരണമായി പറഞ്ഞത്.
ചിലപ്പോൾ അവൻ വ്യവഹാരം തീർക്കാൻ വരുമ്പം നീ അമരുന്നില്ലെങ്കിൽ അവൻ നിന്നെ തെറി പറയും. അതും നീ കേൾക്കണം. പോലീസ് സ്റ്റേഷനിൽ ചെന്ന് തെറി കേൾക്കുന്ന എത്രയോ പേരുണ്ട്. വെറുതെ അനാവശ്യം പറയുന്നവരുണ്ട്. ഞാൻ ആ കാര്യമല്ല പറയുന്നത്. ചേട്ടനും അനിയനും പെന്തിക്കോസിൽ അതിര് തർക്കം, പോലീസ് സ്റ്റേഷനിൽ രണ്ടുപേരും വിട്ടുകൊടുക്കുന്നില്ല. അവര് ചുംബനം തന്നാന്നോ വിടുന്നേ? ആട്ടെ, പ്രൈസ് ദി ലോർഡ്. അങ്ങനെയൊന്നും അല്ല. അപ്പൊ നമുക്കൊരു വ്യവഹാരമുണ്ടെങ്കിൽ അത് വിശുദ്ധന്മാരുടെ ഇടയിൽ തീർത്തോണം. കഴിവിൻ്റെ പരമാവധി വ്യവഹാരം വരരുത്. അഥവാ ഒരു അഭിപ്രായ വ്യത്യാസമോ എന്തെങ്കിലും പ്രയാസം വന്നാൽ ഇവിടെ തീർത്തോണം. ഞാൻ ദൈവമക്കളോട് പറയാറുണ്ട്, നിങ്ങളുടെ വീട്ടിലൊരു പ്രശ്നമുണ്ടായാൽ അത് വീട്ടിൽ തന്നെ തീർക്കണം. വീട്ടിൽ തീർക്കണം. അമ്മായിയും മരുമകളും അടുക്കളയിലൊരു പ്രശ്നമുണ്ടായാൽ അത് അടുക്കള തീർക്കണം. അമ്മായിയമ്മ മരുമകളും അത് ബെഡ്റൂമിൽ കൊണ്ട് തീർക്കരുത്. അമ്മായിയമ്മ ഭർത്താവിനോടും മരുമകൾ അവിടെ ഭർത്താവിനോടും അകത്ത് പറഞ്ഞത് വഷളാക്കരുത്. അകത്ത് തന്നെ തീർക്കണം. നമ്മുടെ വീട്ടിൽ ഒരു പ്രശ്നമുണ്ടായാൽ അത് വീട്ടിൽ തീർക്കണം, സഭയെ കൊണ്ടുവരരുത്. ഇതെന്തേലും പ്രശ്നമുണ്ടായാൽ പെണ്ണുങ്ങളോട് ചെന്ന് പാസ്റ്ററുടെ അമ്മാമ്മയോടും പറയും, ആണുങ്ങളോട് ചെന്ന് പാസ്റ്ററോടും പറയും. മിക്കയിടത്തും പാസ്റ്റർമാരും ഭാര്യമാരും ഇത് കേട്ടങ്ങ് ആസ്വദിക്കും. അവർ പിന്നെ അവരുടേതായ അഭിപ്രായം, ചിലക്കത് കേൾക്കുന്നത് വലിയ ഇഷ്ടമാണ്. വല്ല വീട്ടിലെയും വിഷയങ്ങളൊക്കെ ഇങ്ങോട്ട് കേൾക്കുകയും അത് ആസ്വദിക്കുകയും അഭിപ്രായം ഇവരെ കൊണ്ടൊന്നും നടക്കത്തില്ലെന്നുള്ള വേറൊരു സത്യം. ഇവരുടെ കൈ കൊണ്ട് കൊടുത്താൽ പിന്നെ അത് കോളവാക്കി തരികയുള്ളൂ. മിണ്ടുന്നില്ലല്ലോ ആരും. സ്തോത്രം. 100 കേസ്. അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിലെ വിഷയം നിങ്ങൾ തിരക്കണം. പിന്നെ അതുപോലെ നിങ്ങളെ കൊണ്ട് പരിഹരിക്കാൻ പറ്റാത്ത വിഷയമാണെങ്കിൽ അതുപോലെ ആത്മാർത്ഥതയുള്ള വിശ്വസ്തരായ ദൈവമക്കളോടോ ദൈവദാസനോടോ പറയുന്നതിൽ തെറ്റുമില്ല. പക്ഷേ ഒന്നും അങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇപ്പം. അതുകൊണ്ടാണ് എങ്ങനെയുമൊക്കെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയും. അതുകൊണ്ട് ഞാൻ ദൈവനാമത്തിൽ പറയാ, നിങ്ങൾ തന്നെ തീർക്കുന്നതായിരിക്കും നല്ലത്. ദൈവത്താൽ കഴിയാത്ത ഒരു കാര്യവുമില്ല. നിങ്ങൾ പറഞ്ഞിട്ട് ഒക്കുന്നില്ലെങ്കിൽ ഞാൻ പോകാൻ വഴി പറഞ്ഞു തരാം. നീ മുട്ടയിലിരുന്ന് പ്രാർത്ഥിച്ചോണം. ആരോടും പറയരുത്. ഒരു പോകാൻ വഴിയാ. നിങ്ങളെ കൊണ്ടത് പരിഗണിക്കാൻ ഒക്കുന്നില്ല, നോക്കിയിട്ട് വിശ്വസ്തതയോട്ട് കാണുന്നുമില്ല. അപ്പോൾ ഉള്ള പോകാൻ വഴി തൂങ്ങിച്ചാകുകയും പനാമറടിക്കുകയല്ല. ആരുമില്ലാത്ത സമയത്ത് അകത്തോട്ട് കയറി മുഴങ്കാലിലിരിക്കണം. നീ പ്രാർത്ഥിക്കുന്നിടത്ത് ദൈവം ഇറങ്ങി വരും. വിഘടിച്ച് നിൽക്കുന്നവൻ്റെ ഉള്ളത്തോട് ദൈവം ഇടപെടും. അവൻ ഇങ്ങോട്ട് വന്ന് ക്ഷമ പറയും. നീയും ക്ഷമ പറയണം. ക്രമീകരിക്കും. ദൈവത്താൽ സംഭവിക്കും. സ്തോത്രം. അല്ല, നേരെ കുടുംബക്കോടതിയിലോട്ട് ഓടുകയല്ല. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് ഞാൻ കുടുംബക്കോടതി പെറ്റീഷൻ കൊടുക്കും. സ്തോത്രം. ശരിയല്ല. നമ്മുടെ വ്യവഹാരമൊക്കെ ദൈവമാണ് തീർത്തു തരുന്നത്. കോടതി ആവശ്യമാ, ഹോസ്പിറ്റൽ ആവശ്യമാ, നിയമസംഹിത, അതൊക്കെ മറ്റുള്ളവരുണ്ടല്ലോ. നമ്മുടെ വ്യവഹാരമെല്ലാം ദൈവം നടത്തിത്തരും. പിന്നെ നമുക്ക് വിരോധമായിട്ട് ഒരാൾ ഒരു കേസ് കൊടുത്താൽ കോടതി വിളിച്ചാൽ നമ്മൾ പോകണം. നമ്മൾ ഈ രാജ്യത്ത് പാർക്കുമ്പോൾ നിയമങ്ങൾക്ക് വിധേയപ്പെട്ടവരാ, കോടതിയെ ബഹുമാനിക്കണം. അത് നമ്മൾ കേസ് കൊടുക്കരുത്. വേറൊരുത്തം കൊടുത്താൽ നമ്മൾ ചെന്നേ നോക്കുള്ളൂ. ചോദിക്കുമ്പോൾ സത്യം പറയണം. കള്ളത്തരം പറയരുത്. കള്ളസാക്ഷിയെ കൊണ്ടുപോകരുത്. ചിലപ്പോൾ ചില വക്കീലുമാരൊക്കെ പറയും, ഇങ്ങനൊന്ന് പറഞ്ഞു, ബാക്കി പഴുത് ഞാൻ ഈവൻ പോകേണ്ടി വന്നാലും കള്ളം പറയരുത്. അങ്ങനെ നീ ഒന്ന് നിന്നേ, ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. സ്തോത്രം. അപ്പോൾ 6-ാം അധ്യായത്തിൽ വ്യവഹാര വിഷയങ്ങളാണ്. 7-ാം അധ്യായത്തിൽ കുടുംബപ്രശ്നമാണ്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 7-ാം അധ്യായത്തിലെ വിഷയം കുടുംബപ്രശ്നം. ഭാര്യയും ഭർത്താവും, അപ്പനും അമ്മയും, മാതാപിതാക്കള്, സഹോദരങ്ങൾ തമ്മിൽ മൊത്തം കുടുംബം. അത് എല്ലാവരുടെ ചേർന്നാന്നല്ലോ കുടുംബം. കുടുംബപ്രശ്നം. എവിടെ കുടുംബപ്രശ്നമില്ലാത്ത? എവിടെ കുടുംബപ്രശ്നമില്ലാത്ത? എല്ലാ വീട്ടിലും കുടുംബ പ്രശ്നമുണ്ട്. ധരിച്ചു വച്ചിരിക്കുന്ന പാസ്റ്റർമാരുടെ കുടുംബത്തിൽ ഒരു പ്രശ്നവും
അവിടെ കൂടുതൽ പ്രശ്നം. പാസ് ചിലപ്പോൾ ഒരു സഹോദരിയോട് സംസാരിച്ചു. അപ്പം പാസ്റ്ററുടെ ഭാര്യയ്ക്ക് ചിലപ്പം എല്ലാവരുടെയും കാര്യമല്ല, എന്നാ ഒരു ഇളക്കം മോളിയെ കണ്ടപ്പം ഞാനിതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങളോർക്ക് ഞാൻ തലേ തുണി ഇട്ടിരിക്കുമ്പോൾ പ്രാർത്ഥിക്കാമെന്നോ? ഞാൻ പ്രാർത്ഥിക്കുമെന്നല്ല, ഇതെല്ലാം ഞാൻ എല്ലായിടത്തും ഉണ്ട് പ്രശ്നം. ഞാൻ നിങ്ങൾ രസിക്കാൻ പറഞ്ഞതല്ല, എല്ലായിടത്തും ഉണ്ട്. പാസ്റ്ററുടെ അമ്മാമ്മയൊക്കെ ആത്മാവിലാകുകയും ചെയ്യും, നല്ല കടുകടുകടുകടാന്ന് മറുഭാഷ്യം പറയും. പക്ഷേ പാസ്റ്ററുടെ അമ്മേനെ 10 ദിവസം കൊണ്ട് നിർത്തിക്കേ, അന്നേരം തള്ളയുടെ തനിനിറവ് അറിയാം. അന്നേരം അമ്മാമ്മയുടെ മറുഭാഷയും പോകും. എല്ലായിടത്തും പ്രശ്നങ്ങളുണ്ട്. എവിടെ പ്രശ്നമില്ലാത്ത? സ്തോത്രം. ദൈവദാസന്മാരുടെ വീടുകളിലും പ്രശ്നങ്ങളുണ്ട്, സഹോദരന്മാരുടെ വീടുകളിലും പ്രശ്നമുണ്ട്. കുടുംബ പ്രശ്നമില്ല. കാരണം ഈ പല കുടുംബത്തിലും പല പശ്ചാത്തലത്തിലൊക്കെ ജനിച്ചല്ലേ വരുന്നേ, വളർന്ന്. അപ്പൊ ചില കാര്യത്തോട് യോജിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. എൻ്റെ ഒരു അഭിപ്രായം പറയാം, നിങ്ങൾ യോജിക്കത്തില്ല. ഈ 3-4 പിള്ളേര് ഇപ്പോഴത്തെ രീതി അനുസരിച്ച, പണ്ടാന്ന് 8-10 പിള്ളേര് അങ്ങനെ പറയുന്നതാണ്. 3-4, 2-3 പിള്ളേരൊക്കെ ഒന്നിച്ച് ജീവിച്ച് വളർന്നു വരുന്ന വീട്ടിൽ നിന്ന് വരുന്നവർക്ക് ഒറ്റയ്ക്ക് വരുന്നവരുടെ അത്രയും പ്രശ്നം കാണുകയില്ല. ഈ ഒറ്റപ്പൂരാടമായിട്ട് വളരുന്നവർ പ്രശ്നം ഉണ്ടാക്കും. എൻ്റെ അമ്മയുടെ ഭാഷയാണ് ഒറ്റപ്പൂരാടം. കാരണം അപ്പം പോയിട്ട് വന്നപ്പം ഒരേത്തക്ക മേടിച്ചു, അതുകൊണ്ട് കൊടുത്തു. അപ്പൊ കല്യാണം കഴിച്ച് കൊണ്ടുചെല്ലുന്ന വീട്ടിൽ ചിലപ്പോൾ 5 ഏത്തക്ക കൊണ്ടുവരണം. അപ്പൊ പ്രശ്നമാകും. എന്നാൽ 4-5 പിള്ളേരുള്ളിടത്ത് ചിലപ്പം 6 ഏത്തക്ക കൊണ്ടുവരും. അല്ലെ 2 ഏത്തക്കായാണെങ്കിൽ അമ്മ പറയും, ആ കത്തി എടുത്തുകൊണ്ട് വന്നത് കഷണിക്കണം. എന്നുവെച്ച് തങ്കച്ചനൊരെണ്ണം കൊടുക്കണം, ബാബുവിനൊരെണ്ണം കൊടുക്കണം, ലില്ലിക്കുട്ടിക്ക് ഒരെണ്ണം കൊടുക്കണം, മേഴ്സിക്ക് ഒരെണ്ണം കൊടുക്കണം. പകുതി എടുത്ത് വല്യപ്പച്ചൻ അവിടെ ഉണ്ട്, അപ്പച്ചൻ്റെ കയ്യിലും കൊടുക്കണം. ആ ചെറിയ ഏത്തക്ക 2ആയിട്ട്, ഒന്ന് ഞാനും ഒന്ന് അമ്മച്ചിക്കും കൊടുക്കണം. കണ്ടോ പകുത്തത്. അതേസമയം ഒരു മോള് അല്ലെങ്കിൽ ഒരു മോൻ തന്നെയാണ് ഒറ്റ ഏത്തക്ക. അപ്പനെ അതിനെ പപ്പ ഏത്തക്ക ആർക്കാ? എല്ലാവർക്കും കൂടെ തരത്തില്ല, ഞാൻ തന്നെ. ഉടനെ തള്ള പറയും, അവള് തിന്നോട്ടെ, അല്ലെ അവൻ തിന്നോട്ടെ, നമുക്ക് കഞ്ഞി കുടിച്ചോണ്ട്. കണ്ടാ, നിങ്ങളതിൻ്റെ ആ വശം ചിന്തിക്കണം. അപ്പൊ ഇങ്ങനെ വളർന്നു വരുന്നവർക്ക് പരാധീനതയുള്ളൊരു വീട്ടിൽ ചെല്ലുമ്പോൾ പ്രശ്നമാണ് ഇല്ലേ? അങ്ങനെ കുടുംബ പ്രശ്നം ഉണ്ടാകുന്നു. അപ്പനും അമ്മയ്ക്ക് ഒരു മോൾ, അല്ലെ അപ്പനും അമ്മയ്ക്ക് ഒരു മോൻ, താലോലിച്ച് കൊണ്ടു നടക്കുക, പ്രശ്നമുണ്ടാകും. അപ്പൊ അത് ബുദ്ധിമുട്ടുണ്ടാകും. ചിലപ്പോൾ ഭർത്താവ് ചിലപ്പോൾ അമ്മയോട് അല്പസമയം സംസാരിച്ചെന്ന് വരും. അത് ചിലർക്ക് ഇഷ്ടപ്പെടുകയില്ല. ഒരു സ്ത്രീ പറയുന്നത് ഞാൻ തിണ്ണയിലിരുന്ന് കേട്ടതാ, ഉറക്കെ പറഞ്ഞത് കൊണ്ട് കേട്ടതല്ല, അത് കേൾക്കാൻ പോയിരുന്നതല്ല. ഉറക്കെ ഞാൻ പറഞ്ഞത് അതുകൊണ്ട് കേട്ടത്, അല്ലാതെ അവർ പറയുന്നത് രഹസ്യം കേൾക്കാൻ അമ്മ അവിടെ പോയിരുന്നൊന്നുമല്ല. അപ്പൊ അകത്തിരുന്ന് പറഞ്ഞത് ഇങ്ങനെയാണെങ്കിൽ എന്നെ കെട്ടണ്ടായിരുന്നല്ലോ, അമ്മയും മോനും കൂടെ അങ്ങ് ഉണ്ടോ? പാടില്ല. അമ്മയും മോനും കൂടെ അങ്ങ് ജീവിച്ചാൽ മതിയായിരുന്നല്ലോ എന്ന് ഉണ്ടോ? ആ അമ്മയ്ക്ക് എന്ത് മനോദുഃഖം ഉണ്ടായി കാണും. പ്രായമുള്ളവർ പറയുമ്പോൾ കണ്ണ് വളരുന്നുണ്ടോ, കൈ വളരുന്നുണ്ടോ, കാല് വളരുന്നുണ്ടോ എന്ന് നോക്കിയാ സ്തോത്രം. അപ്പൊ അത് വിവാഹം കഴിച്ച് അയക്കുമ്പം അമ്മ പറഞ്ഞു കൊടുക്കണം, മോളെ നമ്മുടെ വീട് പോലല്ല ആ വീട്, അവിടെ അപ്പനുണ്ട് അമ്മയുണ്ട്. ഞങ്ങളവിടെ ചെന്നപ്പം വല്യപ്പനെയൊക്കെ കണ്ടു. അപ്പം ഇവിടുത്തെ പോലെ ആയിരിക്കരുത്, വളരെ ശ്രദ്ധിക്കണം. നിനക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കണം. അവിടുത്തെ അമ്മയോട് അടുക്കള കയറി എല്ലാം ചോദിച്ച് മനസ്സിലാക്കണം. എല്ലാം അറിയാമെങ്കിലും അമ്മയോടൊന്ന് ചോദിക്കണം, അമ്മ ഉപ്പൊന്ന് നോക്കിയാട്ടെ, കണക്കാ എന്നല്ല തള്ളടയിലോട്ട് കൊടുക്കുമ്പോൾ തള്ളയ്ക്ക് മതിയടി ഇന്ന് മതി, എന്നിട്ട് പൊടിക്കൂടെ ചേർത്തോ, എന്നാ ചേർക്കാന്നെങ്കിൽ പറഞ്ഞാൽ മതി, ചേർക്കുമൊന്നും വേണ്ട. കാരണം ഉണ്ടല്ലോ തള്ള നിന്നെ കുരുക്കാനും ചിലപ്പോൾ പറയുന്ന തള്ളമാരുണ്ട്. എന്നാൽ അവരോടൊന്ന് ചോദിക്കുന്നത് നല്ലതാണ്. അപ്പം അവരും അടുത്ത അവരുടെ കൂട്ടുകാരോട് പറയും, അയ്യോ അവൾ എന്നാ ചെയ്താലും എന്നോട് ചോദിക്കാതെ ഉണ്ടോ.
നല്ല ഭദ്രതയോടെ പോകും. അല്ല, തള്ള വരും, എങ്ങോട്ട് കയറി പോകും, അവിടെ കാനം പോയിരിക്കും, എനിക്കറിയാം, ഞങ്ങളുടെ വീട്ടിലൊക്കെ ഞാൻ സാമ്പാർ വെച്ചിട്ടുള്ളതാണ്. ഒരു സാമ്പാറുകാരി വന്നേക്കുന്നു, മൂച്ചുള്ള തള്ളയാന്ന് സാമ്പാർ ഒരു ഇതിൻ്റെ മോന്തൽ ഒഴിക്കും. മനസ്സിലായോ? അപ്പം അത് വളരെ സൂക്ഷിച്ച് വളരെ ശ്രദ്ധിച്ച് വേണം അത്. ഞാൻ ഇടയ്ക്ക് വേറൊരു വിഷയം പറയാനാണ്, അപ്പം കൊണ്ട് ഇത് അല്ല ഇങ്ങനെ അങ്ങ് പോകും. ദൈവത്തിന് മഹത്വം. എല്ലായിടത്തും പ്രശ്നമുണ്ട്. എന്നാൽ ഒരു കാര്യം ദൈവമക്കളോട് പറയാം, സകല പ്രശ്നങ്ങൾക്ക് പരിഹരിക്കാൻ കഴിവുള്ള ഒരുവൻ നമുക്ക് ഉയരത്തിലുണ്ട്. പെന്തിക്കോസുകാരോട് പറയാം, ഒരു കുടുംബ കോടതിയിലും പോകണ്ട, ഒരു കൗൺസിലിങ്ങിനും. ഇപ്പൊ എല്ലാം അങ്ങ് കൗൺസിലിംഗ്. കല്യാണത്തിന്റെ തലേന്ന് കൗൺസിലിംഗ്, കല്യാണത്തിന് ഒരു മാസം മുമ്പ് കൗൺസിലിംഗ്, കല്യാണത്തിന് ഒരു വർഷം മുമ്പ്. ഈ അടുത്ത സമയത്തൊരു വൈദികൻ പറഞ്ഞതുപോലെ, അമ്മ ഒരു 25 വർഷം കൗൺസിലിംഗ് ചെയ്യുകയായിരുന്നെങ്കിൽ ഈ അര കൗൺസിലിന് പോകണ്ട. അമ്മയുടെ കൂടെ അല്ലേ വളർന്നേ മോള്? 25-ാമത്തെ വയസ്സിൽ കെട്ടിച്ചു വിട്ടതാ. 25 വർഷം അമ്മ കൗൺസിലിംഗ് ചെയ്തിരുന്നെങ്കിൽ വേറെ പോകണ്ട. ഇത് 5:30 പോകാം. 5:30 കൗൺസിലിംഗ് നമുക്ക് പോകണം. തൊടുപുഴയില്ല കൗൺസിലിംഗ്. ടാക്സി പറഞ്ഞിട്ടുണ്ട്. ടാക്സിക്കാരൻ 5:20 ആകുമ്പം വരും. അയ്യോ, ഞാൻ കുളിച്ചില്ല. അത് കൗൺസിലിംഗ് വന്നു കഴിഞ്ഞ് ചെറുപ്പം മുതൽ അമ്മ കൗൺസിലിംഗ് കൊടുക്കാൻ ഈ പല്ല് തേക്കാതെ തൊടുപുഴയ്ക്ക് ഓടേണ്ട വല്ല കാര്യമുണ്ടോ? ടാക്സി കൂലി 3000 രൂപ വീട്ടിൽ തീരേണ്ടതാണ്. ഞാൻ ഇടയ്ക്ക് കയറി ഇത്രയും പറഞ്ഞതേ ഉള്ളൂ. ഞാനിത് പറയുമ്പം നിങ്ങൾ എന്നേക്കാൾ അറിവും പരിജ്ഞാനവും ഉള്ളവരാ, അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് അധികം പോകുന്നില്ല. എല്ലായിടത്തും പ്രശ്നമുണ്ട്. എന്നാൽ ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ കഴിവുള്ള ഒരുവൻ നമുക്ക് സ്വർഗത്തിലുണ്ട്. അപ്പോൾ 7-ാം അധ്യായത്തിൽ അവിടെ പഠിക്കുന്നത് കുടുംബ പ്രശ്നം. സ്തോത്രം. അതെ, ഞാൻ സമയം പോയത് കൊണ്ട് അധികം വിവരിക്കാം. നമ്മൾ 10-ാം അധ്യായമാണ് എടുത്തത്. 10-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം. 10-ാം അധ്യായത്തിലെ പ്രധാനപ്പെട്ട വിഷയം ഇവര് വിഗ്രഹ സേവയും പിറുപിറുപ്പും. വിഗ്രഹ സേവയും പിറുപിറുപ്പും. ദൈവം കർക്കശമായി വെറുക്കുന്ന, ഇഷ്ടപ്പെടാത്ത ഒന്നാണ് വിഗ്രഹ സേവ. ഒരു സ്തംഭമാകട്ടെ, സ്തൂപമാകട്ടെ, രൂപമാകട്ടെ, സാദൃശ്യമാകട്ടെ, ഒന്നും കൊത്തി ഉണ്ടാക്കി അതിനെ പ്രതിഷ്ഠിച്ച് വഷളത്വം പ്രവർത്തിക്കരുതെന്ന് ആ പുസ്തകത്തിൽ എഴുതിയേക്കുന്നത്. സ്തോത്രം. ദൈവത്തെ ആരും കണ്ടിട്ടില്ല, ആരും കണ്ടിട്ടില്ല. അതുകൊണ്ടത് വരച്ചു വെക്കാനോ പണിത് വെക്കാനോ ആരെ കൊണ്ട് ഒക്കുകയില്ല. സ്തോത്രം. അവിടുന്ന് തേജോമയന, അവിടുന്ന് സ്നേഹമാണ്. അതൊന്നും ആർക്കും വരച്ചൊപ്പിക്കാൻ നോക്കുന്ന കാര്യമല്ല. ഏതൊരു രൂപമോ സാദൃശ്യമോ പാടില്ലെന്ന ആ പുസ്തകത്തിലെ പ്രമാണം. അത് ഭൂമിക്ക് വെള്ളത്തിലുള്ളതാകട്ടെ, ഭൂമിക്ക് അടിയിലുള്ളതാകട്ടെ, ഭൂമിക്ക് മേളിലുള്ളതാകട്ടെ, കരയിലാകട്ടെ, ഒന്നും പാടില്ലെന്നാണ്. ഇത് കർക്കശമായ ഉപദേശമാണ് ദൈവം കൊടുത്തിരിക്കുന്നത്. ആട്ടെ, നമ്മൾ വായിച്ചത് 12-ാമത്തെ വാക്യമാണ്. ആ വാക്യം ഒന്നുകൂടെ വായിച്ച് സഹായിച്ചാട്ടെ. ആകയാൽ താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഈ വാക്യത്തിൽ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. കാരണം ഈ 10-ാം അധ്യായത്തിൽ വീണുപോയ ചിലരുടെ കാര്യം പരാമർശിക്കുന്നുണ്ട്. വീണുപോയവർ ഏതൊക്കെ വിഷയത്തിലാണ് അവര് വീണുപോയത്? 10-ാം അധ്യായത്തിൽ പരാമർശിക്കുന്നത് ഇസ്രായേൽ മക്കളുടെ ചരിത്രമാണ് അവിടെ വളരെ ഷോർട്ടായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 1-ാം വാക്യം മുതൽ 5-ാമത്തെ വാക്യം വരെ അവര് ഏത് വിധത്തിലാണ് മരുഭൂമിയിലേക്ക് പ്രവേശിച്ചത് എന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്.
സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാരെല്ലാം മേഘത്തിന് കീഴിലായിരുന്നു. സ്നാനമേറ്റ് മോശയോട് ചേർന്നു. എല്ലാവരും ഒരേ ആത്മീയ ആഹാരം തിന്നു, എല്ലാവരും ആത്മീയ പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച് ആത്മീയ പറയുന്നല്ലോ, അവർ കുടിച്ചത് ആ പാറ ക്രിസ്തുവാകുന്നു. 5-ാം വാക്യത്തിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. അപ്പൊ ഒറ്റ വാക്കിൽ വ്യാഖ്യാനിച്ചു പറഞ്ഞാൽ, എല്ലാവരും രക്ഷിക്കപ്പെട്ടു, എല്ലാവരും സ്നാനപ്പെട്ടു, എല്ലാവരും സഭയിൽ ചേർന്നു, എല്ലാവരും ഭക്ഷിച്ചു, പാനം ചെയ്തു. രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ഈ കൃപയിൽ വന്നു. പക്ഷേ മിക്ക പേരും പട്ടുപോയി. 11-ാമത്തെ വാക്യത്തിന്റെ 2-ാം ഭാഗത്തിൽ വായിക്കുന്നത്, നമുക്കിത് ബുദ്ധി ഉപദേശിച്ച് തന്നിരിക്കുക. അങ്ങനല്ലേ? 11-ാമത്തെ വാക്യത്തിന്റെ 2-ാം ഭാഗം, ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്കിത് ബുദ്ധി ഉപദേശത്തിനായിട്ട് എഴുതിയും വെച്ചിരിക്കുക. അപ്പൊ ലോകാവസാനം വന്നെത്തിരിക്കുന്ന നമ്മളോട് പറയുകയാണ്, വീണു പോകരുത്. വീണുപോയവരുടെ ചരിത്രമാണ് അതിന് മുകളിൽ പരാമർശിച്ചിരിക്കുന്നത്. ആ വീണുപോയവരാരാ? രക്ഷിക്കപ്പെട്ട്, സ്നാനപ്പെട്ട്, ആത്മസ്നാനം പ്രാപിച്ച്, സഭയോട് ബന്ധപ്പെട്ട് നിന്ന് പലരും വീണുപോയി. പുതിയ നിയമസഭയോട് പറയാൻ, നിങ്ങൾ വീണു പോകരുത്. അത് ബുദ്ധിയുപദേശം പറയുക. ഇവർ വീഴാൻ കാരണം ഒരു 3-4 കാരണം അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. 1, ദുർമോഹം. 2, വിഗ്രഹാരാധന. 3, പരസംഗം. 4, പിറുപിറുപ്പ്. വീഴാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളാണ്. വീഴാൻ ഒത്തിരി കാര്യമുണ്ട്. ഈ ഭാഗത്ത് കൊടുത്തിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം 1, ദുർമോഹം. കണ്ടമാനം അങ്ങ് മോഹമാണ്. ഈ ദൈവമക്കൾ എന്ന് പറയുന്നവർക്ക് ആ കണ്ടമാനം ദുർമോഹമാണ്. നല്ല മോഹമല്ല, ഈ എന്തുവാ, പിന്നെ അങ്ങ് മോഹങ്ങളാണ്. എന്ത് കണ്ടാലും അതിനോടങ്ങ് ജവളിക്കടയുടെ മുന്നിൽ കൂടെ കൊണ്ടു കിടക്കാൻ പറ്റില്ല, ചാടി അതിനകത്ത് കയറും. എടുക്കാനൊന്നുമല്ല, എന്നാലും കയറി തിരുമേച്ച് അല്ലേ, എടുക്കാനല്ല, എന്നാലും അതെല്ലാം കൂടെ തൂങ്ങി കിടക്കുന്ന കാണുമ്പോൾ അച്ഛാ അവിടെ നിന്നേ ഞാനിപ്പം വരുന്നു. ഉണ്ടോ? ചിലരെ നിങ്ങളെ കടയിൽ കയറി, എനിക്കത് ഇഷ്ടമല്ല കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കും. ഒരു ഷർട്ട് എടുക്കാനോ, ഒരു പാൻറ് എടുക്കാനോ, ഒരു സാരി എടുക്കാനോ, ഒരു ചുരിദാർ എടുക്കാനോ കയറിയാൽ അവിടെ ഇരിക്കുന്ന മുഴുവൻ സാധനവും വലിച്ചിറക്കിക്കും. സെയിൽസ്മാനോ സെയിൽസ് ഗേളോ ഉണ്ടെങ്കിൽ അവർ അനാവശ്യം പറ, നിന്നെ അറിഞ്ഞ് പിരാകുക, ദൈവമേ ഈ നാശം ഇതിനകത്ത് വന്ന്. ഞാനതിൻ്റെ വിധം പറഞ്ഞു തരാം. നിങ്ങൾ ഇഷ്ടപ്പെടുക, നിങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെടുകയെന്ന് എനിക്കറിയാം, പറഞ്ഞു തരാം. 1, നീ എത്ര രൂപയുടെ സാധനം മേടിക്കാനാ പോകുന്നെന്ന് ആദ്യം ഒരു ചിന്ത ഉണ്ടാകണം, വേണ്ടേ? 2, കോട്ടനാന്നോ സിൽക്കാന്നോ, പിന്നെ ഏത് ഡ്രസ്, ഏത് തുണിയാന്നുള്ളതൊരു ധാരണ, കളറ്, ഇതെല്ലാം അറിഞ്ഞേച്ച് വേണം കടയിലോട്ട് കയറാൻ. ഇത് ചുമ്മാ കന്നാലി അഴിച്ചു വിട്ടതുപോലെ രാവിലെ കടമേളത്ത് അതിലേക്ക് കയറി, താഴെ ചാടി ഇറങ്ങി, അവിടുന്ന് കയറി അപ്പുറത്ത് കയറി, അവർ നോക്കുമ്പോൾ വെരുക്ക് നടക്കുന്ന പോലെ രാവിലെ ഒരുത്തന്നെ ഇതിനകത്തൂടെ അവൻ്റെ ഇന്ന് പ്രാകും. അതിങ്ങോട്ട് എടുത്താട്ടെ, അതിൻ്റെ താഴെ ഇരിക്കുന്നത്, അതിൻ്റെ താഴെ, ഇതൊന്നും വേണ്ട. അവൻ പിന്നെ അവിടെ കിടന്ന് മടക്കുമ്പോൾ മുഴുവൻ നിന്നെ അറിഞ്ഞു കുത്തി പ്രാകുക. എന്തിന് വെറുതെ പ്രാക്ക് മേടിക്കും? ഞാൻ തമാശ അല്ല പറഞ്ഞു, നിങ്ങൾ യോജിക്കുകയില്ലെന്ന് എനിക്കറിയാം. എന്തിനാ അതൊക്കെ? ഇതെല്ലാം എടുപ്പിക്കുക. അങ്ങ് മോഹം. അച്ഛാണ്ടാകും നല്ല കളറാ, അച്ഛാനൊത്തിരി കളർ കണ്ടേച്ചിരിക്കുക. അച്ഛൻ പറ, പുള്ളി വിഷമിച്ച് ചില കടകളിലൊക്കെ ചിലരുമായിട്ട് കയറിയിട്ടുണ്ട്. എനിക്കും ചില സാധനങ്ങൾ വാങ്ങാൻ, എൻ്റെ രീതിയായി പറയുന്നത് നിങ്ങൾ യോജിക്കുമെന്നറിയത്തില്ല. ചില അച്ചായന്മാർ അങ്ങ് കൊടുങ്കയും കുത്തി അവിടെ ഇന്നാളൊരാൾ സെറ്റ് ചെയ്യാൻ അങ്ങ് കിടക്കുന്നത്. ഞാൻ ചോദിച്ചെന്നാ, രാവിലെ വന്നതാണ്. അന്നേരം 1:30 കഴിഞ്ഞു. എന്തി അമ്മാമ്മ എന്ത് കണ്ട, എന്തോ ഒരു അക്രമമാണെന്ന് ഓർത്താണ്. അയാൾക്ക് ഷുഗറും കൊളസ്ട്രോളും ഉള്ളതാ, അയാൾ തളർന്ന് അവിടെ കിടക്കുക.
ഈ ആവശ്യമില്ലാത്ത മോഹം, ഞാൻ ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. ഇതുപോലെ എല്ലാ വിഷയവും, ഒരു വിഷയം പറഞ്ഞതേ ഉള്ളൂ, പല കാര്യങ്ങൾ. നമുക്ക് ആവശ്യമുള്ളതെല്ലാം തരുവാൻ നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. കണ്ടമാനം ഒത്തിരി മോഹം ഉണ്ടാകരുത്. മോഹം അല്ലെങ്കിൽ ആശ. ആശയകത്തോട്ട് കയറിയ സ്വസ്ഥത കിടും. സാറ് കൊടുത്തിരിക്കുന്ന ഒരു പ്രയോഗം ഞാൻ മിക്കപ്പോഴും ചൊല്ലാറുണ്ട്. ചങ്ങലയിലും ആശ ചങ്ങല ഭയങ്കരം. ചങ്ങലയിലും ആശ ചങ്ങല ഭയങ്കരം. ചങ്ങല ഭയങ്കരമാ, അതിലും ഭയാനകമാ. ചങ്ങലയിലും ആശ ചങ്ങല ഭയങ്കരം. ചങ്ങല തിളപ്പിങ്ങ നിൽക്കും ഏകത്രപത്തൻ ആശ ചങ്ങല കൊണ്ട് ബന്ധിക്കിൽ. അളർക്കൻ പോലെ ആശകൾ തോറും ഓട് നടക്കുന്നില്ല എന്നീ. അതിനാൽ ആയുസ്സിന്റെ നക്ഷത്രത്തിക്കും പാപകൃതിക്കും വിഷയഭോഗങ്ങളാലില്ലോ ഒരു തൃപ്തി. മതി വരുന്നില്ലല്ലോ. ദൈവമക്കൾ ഇങ്ങനെയുള്ള ആശകൾ, മോഹങ്ങൾ, ആഗ്രഹം, ആവശ്യമില്ലാത്ത തൃഷ്ണ, അതിനെയെല്ലാം പിടിച്ചടക്കണം. ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങൾ മറ്റു രീതിയിൽ ചിന്തിക്കണ്ട. വലിയ വലിയ കോടീശ്വരന്മാരുടെ വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് ചെന്നിട്ടുണ്ട്, വിശ്രമിച്ചിട്ടുണ്ട്. വലിയ വീടുകൾ. അതെനിക്ക് പറയാനൊന്നും അതിൻ്റെ രീതികളൊന്നും അറിയത്തില്ല. ഓപ്പണായിട്ട് ഞാൻ പറയുന്ന ആളാണെന്ന് നിങ്ങൾക്ക് പറയാം. ചില ബാത്റൂമിൽ കയറിയിട്ട് വെറുതെ ഇറങ്ങി പോകുന്നുണ്ട്. കാരണം ഇതെവിടാ ഞെക്കുന്നത്, എന്തുവാ തുറക്കുന്നത്, ഇത് എന്നതാ അറിയത്തില്ല. ഞാൻ നിങ്ങൾ ചിരിക്കാൻ പറഞ്ഞതല്ല, അറിയത്തില്ല. നമ്മളെവിടെങ്ങാനും പിടിച്ച് തിരിച്ചെങ്ങാനും പോയെങ്കിൽ വെറുതെ എന്തിനാ. അപ്പം പിന്നെ ചിലരോട് ചോദിക്കും വേറെ ഉണ്ടോ എന്ന് ചോദിക്കും. അല്ല, അങ്ങനെയുള്ള വീടുകളിൽ പോയിട്ടുണ്ട്. ദൈവദാസന്മാരാകുന്ന ഞങ്ങളെ ദൈവമക്കൾ മാനിക്കും. അവരുടെ ഏറ്റവും നല്ല റൂമിലായിരിക്കും വിശ്രമിക്കാൻ ഇടം തരുന്നത്. തീന്മേശയെ വരുമ്പോൾ ഏറ്റവും നല്ല രീതിയിൽ അവർ മാനിക്കും. അപ്പോൾ അതൊക്കെ അനുഭവിച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. പല രാജ്യങ്ങളിലും പല സ്ഥലങ്ങളിലുമൊക്കെ പോയിട്ടുള്ളത് കൊണ്ട് ഞാൻ ഹൃദയം തുറന്നായി പറഞ്ഞത്, ഇതൊന്നും നിന്റെ അകത്ത് കയറരുത്. അതകത്ത് കയറിയാൽ നീ വീണു പോവും. കാരണം ഇതകത്ത് കയറിയാൽ പിന്നെ അങ്ങനെ വേണമെന്നുള്ള ആഗ്രഹം കയറും. അങ്ങനത്തെ ആഗ്രഹം കയറിയാൽ എങ്ങനെയും അത് ഉണ്ടാക്കണമെന്ന് ചിന്ത വരും. അതെങ്ങനെയും ഉണ്ടാക്കണമെന്ന് ചിന്ത വന്നാൽ ആരെയും കമത്തി അടിച്ച് 10 പുത്തൻ പോകുന്ന പോക്ക് കണ്ടോ. അതിനെന്ത് കള്ളവും പറയും. അത് പാടില്ല. ഞാൻ ഒരാളെ ഞാൻ എന്നെ പ്രതിയാക്കിയ ഈ പറയുന്നത്. അപ്പുറത്തുകാരൊരു വീട് വെച്ചു. അവരുടെ പിള്ളേർ ഇപ്പൊ കാനഡയിലോ അമേരിക്കയിലോ ആയിരിക്കും, കാശുണ്ടായിരിക്കും അവരോട്. നമ്മൾ പറ അങ്ങോട്ട് നോക്കുമ്പോൾ നെഞ്ചു വേദനയാ. അപ്പോ ദൈവമേ, ഈ ദേശത്ത് ഞങ്ങൾ നിന്ന് തരാകാതെ. പിന്നെ അതുപോലൊരു വീട് വെക്കണം. അതുകൊണ്ട് പറയാം, നിങ്ങൾ ചുമ്മാ കുത്തിരിക്കുക, ലോൺ എടുക്കുക. നിങ്ങളോട് എത്ര നാൾ കൊണ്ട് ഞാൻ പറഞ്ഞു SBT തരിക, HDFC തരത്തില്ലേ. നിങ്ങൾ എന്തിനാ എങ്ങനെ ആണാന്ന് പറഞ്ഞ് കണ്ടോ അവസാനം പറഞ്ഞ അങ്ങേയറ്റത്തെ വർത്താനം പറയുക. ദൈവമേ, എനിക്ക് ഇങ്ങനെ ഒരുത്തനെ ആണല്ലോ. സ്തോത്രം പറഞ്ഞു കൊടുക്കണം. ഇനി ആ പുള്ളിക്ക് അഥവാ ഒരു നിരാശ പോലെ വന്നല്ല, അച്ഛാ അതൊന്നും കണ്ട് ഇളകരുത്, തക്ക സമയത്ത് ദൈവം നമുക്കുള്ളത് തരും. ഇത് അകത്ത് കയറരുതെന്ന്. ഒരു വണ്ടി കണ്ടു. എന്നോട് ചിലരൊക്കെ പറയും, അച്ഛാ ഇപ്പൊ പോയ വണ്ടി കണ്ടോ? ആ വണ്ടി ഏത് വണ്ടി? അത് ഇന്ന വണ്ടിയാ. ശ്രദ്ധിക്കത്തേ. വെളിനാട്ടിലൊക്കെ പോകുമ്പോൾ ചില വണ്ടികൾ എന്നെ കൊണ്ടുപോകും. അപ്പം ചെന്നിറങ്ങുമ്പോൾ റിസീവ് ചെയ്യുന്ന ആൾക്കാർ ചോദിക്കും, അവർ വിട്ടേച്ചങ്ങ് പോയി, പാസ്റ്റർ വന്ന വണ്ടി ഏതാന്ന് മനസ്സിലായോ? ഞാൻ ഏതാ വണ്ടി, ഏതാ വണ്ടി അല്ല തന്നെ. അത് ഇത്ര കോടിയുടെയാ. ആര് തിരക്കുന്നത്? നമുക്ക് യാത്ര ചെയ്യണം, ഇരിക്കണം, അല്ല തന്നെ. എടാ, ഇതെല്ലാം നിന്റെ അകത്ത് കയറിയാൽ നിന്റെ സ്വസ്ഥത കെടുവന്ന്. പിന്നെ അതുപോലെ ഒരെണ്ണം മേടിക്കാൻ ആഗ്രഹമാകും. അതിന് ചുമ്മാ പോകുന്ന സാഹിബിന് കോതുകാല് വെക്കും. അയാൾ ഉരുണ്ട് മട്ടാഞ്ചേരി. മട്ടാഞ്ചേരി ഇഷ്ടംപോലെ സാഹിബിമാർ ഇരിക്കല്ലേ. അതാ ഞാൻ മട്ടാഞ്ചേരി എന്ന് പറഞ്ഞേ. അല്ല, വട്ടമുണ്ടായിട്ട് മട്ടാഞ്ചേരി എന്ന് പറഞ്ഞല്ല. മനസ്സിലായോ?
പാടില്ല. എൻ്റെ ആഗ്രഹം എല്ലാവർക്കും നല്ല വീട് വേണം, എല്ലാവരും നല്ല വണ്ടി ഉപയോഗിക്കണം, എല്ലാവരും നല്ല നിലയിൽ വളരണം. പക്ഷേ നിനക്കതില്ലെന്നോർത്ത് അതൊന്ന് നിന്റെ അകത്ത് കയറരുതെന്ന്. ഇങ്ങനെയുള്ള മോഹങ്ങൾ അകത്ത് കയറിയാൽ നീ പട്ടുപോകും, പിന്നെ കള്ളം പറയേണ്ടി വരും. അതുപോലെ ഒന്നും കിട്ടാൻ കൃപ ചോരും, പിന്നെ ചതിക്കേണ്ടി വരും, കൃപ പോകും. പിന്നെ അന്യായത്തിന് കൂട്ടു നിൽക്കേണ്ടി വരും, കൃപ പോകും. പിന്നെ നിനക്ക് പ്രാർത്ഥിക്കാനൊക്കത്തില്ല, കൃപ പോകും. പിന്നെ വചനം ധ്യാനിക്കാനൊക്കത്തില്ല, കാരണം മറ്റേ എങ്ങനെയും ഉണ്ടാക്കണമെന്നല്ലേ. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഈ സന്ധ്യയിൽ എല്ലാവരും തീരുമാനമെടുക്കണം. ദൂരത്തിന് തന്നെ ആരെങ്കിലും വീക്ഷിക്കുന്നുണ്ടെങ്കിൽ നിന്റെ അകം സങ്കീർത്തനക്കാരൻ പറയും പോലെ എന്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു, എന്റെ കൃതി രാജാവിന് വേണ്ടിയുള്ളത്, എന്റെ നാവ് സമർത്ഥനായ ലേഖകന്റെ എഴുത്തുപോല. ഈ സമർത്ഥനായ ലേഖകന്റെ എഴുത്തുപോലെന്ന് പറയാൻ ഒരു ആശയം. സമർത്ഥനായ ലേഖകന്റെ ഒരു പ്രത്യേകത, നമ്മുടെ നാവ് സമർത്ഥനായ ലേഖകന്റെ, അതിന് കാരണം സമർത്ഥനായ ലേഖകന്റെ ഒരു വിശേഷത, പദത്തിന് പഞ്ഞമില്ല. സമർത്ഥനല്ലാത്തവൻ അന്ന് ഒരു വാക്ക് തന്നെ. നമ്മളിപ്പോഴത്തെ പാട്ടുകാരെ ശ്രദ്ധിച്ചിട്ടില്ലേ? എല്ലാ പാട്ടിനും കഷ്ടത, ദുഃഖം, ദുരിതം, വേദന, ശോധന, പീഡ. നിങ്ങളിപ്പോഴത്തെ പാട്ട് മിക്കതും എടുത്തേ, കഷ്ടത, ദുഃഖം, രോഗം, പീഡ, വേദന. പണ്ട് ഞങ്ങൾക്കൊരു സൂസമൊക്കെ ചുണ്ടെന്ന പാട്ടിതാ, വേദനയുണ്ടോ, ശോധന, നീറുന്നുണ്ടോ, പിന്നെ അതിനെ കാന്താരി അരിച്ചു തേച്ചേക്കാം, നീറുന്നുണ്ടോ. ചുമ്മാ ഇരുന്ന് അങ്ങ് കുത്തി കുറിക്കുക. എന്നാൽ സമർത്ഥനായ ലേഖകന്റെ വിശേഷത, പദത്തിന് പഞ്ഞമില്ല. അപ്പൊ സങ്കീർത്തനക്കാര് പറയും, എന്റെ നാവ് സമർത്ഥനായ ലേഖകന്റെ എഴുത്തു എന്ന് പറഞ്ഞാൽ അവൻ ദൈവത്തെ സ്തുതിക്കുന്നതിന് പഞ്ഞമുണ്ടാകരുത്. അത്ര പറഞ്ഞിട്ട് കയ്യും കിട്ടി വായും പൂട്ടി ഇരിക്കുകയല്ല. സമർത്ഥനായ ലേഖകന്റെ നാവ് പോലെ ഇളതടവില്ലാതെ നീ ദൈവത്തെ മഹത്വപ്പെടുത്തണം, നീ ദൈവത്തെ ആരാധിക്കണം, ദൈവത്തിന് മഹത്വം കൊടുക്കണം, ദൈവത്തെ സ്തുതിക്കണം. സ്തുതിക്കും സ്തോത്രത്തിനും ആരാധനയ്ക്കും പുകഴ്ചയ്ക്കും യോഗ്യൻ.